ഹായ് ഗായ്സ്, കുറേ ദിവസമായി നമ്മുടെ വീഡിയോസ് ഒന്നും ഇല്ലല്ലേ. അപ്പോൾ ഇന്നത്തെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. കഴിഞ്ഞ ദിവസം ഞാൻ നാട്ടിൽ പോയിരുന്നു, ഇടുക്കി. സംഭവബഹുലമായ ഒരു പോക്കും വരവൊക്കെ ആയിരുന്നു. അതിന്റെ വിശേഷങ്ങൾ നമുക്ക് പുറകെ കാണാം. ഇന്നത്തെ വിശേഷം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, അന്ന് ഞാൻ ഇടുക്കിക്ക് പോയിട്ട് തിരിച്ചു വരുന്ന സമയത്ത് കുറച്ച് കോൺട്രയായിരുന്ന വിഷയങ്ങൾ. പക്ഷേ എന്നാലും എല്ലാ തവണ ഞാൻ നാട്ടിലേക്ക് പോകുമ്പോഴും ആ ഒരു ഏരിയയിലേക്ക് എവിടെ പോയാലും ഞാൻ സ്ഥിരമായി കൊണ്ടുവരുന്ന ഒരു സാധനം ഞാൻ കാണിച്ചു തരാം. പിന്നെ ഞങ്ങൾക്ക് ഇടുക്കിക്കാർക്ക് ഒഴിച്ചുവിടാൻ പറ്റാത്ത ഒരു സാധനമാണ് വഴനയില. ഒരുവിധം എല്ലാവർക്കും ഇതറിയാം. ഞാൻ ഓൾറെഡി നമ്മുടെ ചാനലിൽ ഇത് വെച്ചിട്ട് പൂച്ച പുഴുങ്ങിയിട്ടിട്ടുണ്ട്. ഓക്കെ, അങ്ങനെ ചില നാട്ടിൽ അങ്ങനെ പറയും കേട്ടോ, പൂച്ച പുഴുങ്ങിയതെന്നൊക്കെ പറയാറുണ്ട്. ശരിക്കും ഇത് കുമ്പളപ്പാണ്. അപ്പോൾ ഇന്നലെ കുമ്പളപ്പത്തിന്റെ ഇലയൊക്കെ പറിച്ചുകൊണ്ട് വന്നപ്പോൾ വി തിങ്ക് എല്ലാ തവണയും ഞങ്ങൾ എന്തെങ്കിലും ഒരു പഴം എന്തെങ്കിലും ഉപയോഗിച്ചിട്ടായിരുന്നു അത് ഉണ്ടാക്കിക്കൊണ്ടിരുന്നത്. കാരണം നമുക്ക് എപ്പോഴും ചക്കപ്പഴമൊന്നും അവൈലബിൾ അല്ലല്ലോ. പക്ഷേ ഇത്തവണ ഞങ്ങൾക്ക് ചക്കപ്പഴം കിട്ടും. സോ അത് അതിൻ്റെ രീതിക്ക് തന്നെ ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു. അപ്പം ഞാനിവിടെ ചക്കപ്പഴം നല്ല രീതിയിൽ കട്ട് ചെയ്ത് റെഡിയാക്കി വെച്ചിട്ടുണ്ട്. ഇനി നമുക്കിത് മിക്സിയിൽ ഇട്ടൊന്ന് അരച്ച് പേസ്റ്റ് ആക്കേണ്ട കാര്യമേ ഉള്ളൂ. നമുക്ക് കുറേ നാളത്തേക്കൊക്കെ ഉപയോഗിക്കാനായിട്ട്, അതായത് ഈ ചക്കേൻ്റെ ഈ ഒരു ഇത് കുറേ നാളത്തേക്ക് ഉപയോഗിക്കണമെങ്കിൽ ചക്ക വരട്ടി വെക്കാറുണ്ട്. അപ്പം നമുക്ക് ഇപ്പം തന്നെ ഉണ്ടാക്കാനായതുകൊണ്ട് ഞാൻ വരട്ടൊന്നുമില്ല. ഇത് ഡയറക്റ്റ്ലി നമുക്ക് മിക്സിയുടെ ജാറിലിട്ട് അരച്ച് പേസ്റ്റ് ആക്കിയിട്ട് അങ്ങനെ നമുക്ക് പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാവുന്നതാണ്. അപ്പോൾ ഇന്നത്തെ നമ്മളുടെ വീഡിയോ പൂച്ച പുഴുങ്ങിയത് അല്ലെങ്കിൽ കുമ്പളപ്പം ഇടുക്കി. അപ്പോൾ വഴനയില, തേങ്ങ, ചക്ക, ശർക്കര എല്ലാം റെഡിയാണ്. നമുക്ക് 1 by 1 ആയിട്ട് സ്റ്റാർട്ട് ചെയ്യാം. ഞായറാഴ്ചയാണ് കേട്ടോ നമ്മളിത് പറിച്ചുകൊണ്ട് വന്നത്. അപ്പോൾ ഇന്ന് എന്ന് പറയുമ്പോൾ വ്യാഴാഴ്ച ആയിട്ടുണ്ട്. സോ ഇലയൊക്കെ ചെറുതായിട്ടൊന്ന് ഡ്രൈ ആയിട്ട് തുടങ്ങിയിട്ടുണ്ട്. പോരാത്തിന് ഇത്രയും ദൂരം നമ്മൾ ബൈക്കിനകത്തൊക്കെ വെച്ചോട്ട് കൊണ്ടുവന്നല്ലേ. അപ്പം നല്ല രീതിയിൽ ചൂടായിട്ട് ഒന്ന് ഈ ഒരു അവസ്ഥയിലേക്ക് എത്തിയിട്ടുണ്ട്. പക്ഷേ ഇപ്പോഴും നല്ല സ്മെല്ലാണ് കേട്ടോ. നമുക്ക് ആ സ്മെല്ല് മാത്രം മതി. അപ്പോൾ ഞാനിത് നല്ല രീതിയിൽ കഴുകി രാവിലെ വെച്ചതാണ്. ഇപ്പോൾ നല്ല രീതിയിൽ അത് ഡ്രൈ ആയിട്ടുണ്ട്. ഇനി നമുക്കിതിൻ്റെ മേക്കിങ്ങിലേക്ക് കടക്കാം അല്ലേ. അപ്പം ഞാനിന്ന് ഉദ്ദേശിച്ചിരിക്കുന്നത് ഗോതമ്പ് പൊടിയും അതുപോലെ തന്നെ റവയും കൂടി ഈക്വലി മിക്സ് ചെയ്തിട്ട് ഉണ്ടാക്കാമെന്നാണ് വിചാരിച്ചിരിക്കുന്നത്. കഴിഞ്ഞ തവണയൊക്കെ ഞാനിത് ഉണ്ടാക്കുന്ന സമയത്ത് അരിപ്പൊടി ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു. പക്ഷേ അരിപ്പൊടിയിൽ ഉണ്ടാക്കുമ്പോൾ ഭയങ്കര ഒന്ന് തണുത്തൊക്കെ കഴിയുമ്പോഴേക്കും ഭയങ്കര അങ്ങോട്ട് എന്താ പറയുക, ഒരു കഷ്ണം പോലെ, ഒരു കട്ട പോലെ അങ്ങിരിക്കുക. അതിനേക്കാളും റവയൊക്കെ ചേർത്ത് ഉണ്ടാക്കുകയാണെങ്കിൽ കുറച്ചും കൂടി ഒരു ക്രഞ്ചി മോഡൽ കിട്ടും എന്ന് തോന്നുന്നു. സോ എന്തായാലും ഇന്ന് ഞാൻ ഗോതമ്പ് പൊടിയും അതുപോലെ റവയും കൂടി മിക്സ് ചെയ്തിട്ടാണ് ഉണ്ടാക്കാനായിട്ട് പോകുന്നത്. സ്റ്റാർട്ട് ചെയ്യാം. ഇവിടെ എല്ലാവർക്കും മധുരം മുഖ്യം ആയതുകൊണ്ട് ഞാനൊരു 4 കഷ്ണം ശർക്കര ചേർക്കുന്നുണ്ട്. പിന്നെ നമ്മുടെ ചക്കയ്ക്ക് നല്ല മധുരം ഉള്ളതാണ് കേട്ടോ. അപ്പോൾ അതും കൂടി ചേർന്ന് കഴിയുമ്പോഴത്തേക്കും നല്ല മധുരത്തിൽ കിട്ടും. ഇനി മധുരം പോരെന്നുണ്ടെങ്കിൽ നമുക്ക് രണ്ടാമത് ആഡ് ചെയ്യാം. ഇപ്പോൾ എന്തായാലും ഞാൻ 4 കട്ട ശർക്കര ഇതാ അവിടെ അലിയിപ്പിക്കാനായിട്ട് വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ചക്കപ്പഴം ഒന്ന് മിക്സിയുടെ ജാറിലിട്ട് അരച്ചെടുത്തുകൊണ്ട് വരാം കേട്ടോ. നമുക്ക് ഇത്രയധികം ചക്കയുണ്ട് കേട്ടോ. അപ്പോൾ ഞാൻ 2 ആയിട്ട് അരച്ചെടുക്കാമെന്ന് വിചാരിച്ചു. അതുപോലെ കുറച്ച് ചക്കപ്പഴത്തിൻ്റെ കഷ്ണങ്ങൾ ഞാൻ മാറ്റി വെച്ചിട്ടുണ്ട്. ഇത് നമുക്ക് അരയ്ക്കാതെ തന്നെ ആ മാവിൻ്റെ കൂടുതലൊന്ന് ചേർത്ത് കൊടുക്കാം. അപ്പോൾ നമ്മൾ കഴിക്കുമ്പോൾ ഇങ്ങനെ കടിക്കാനൊക്കെ കിട്ടുമല്ലോ, നല്ല ടേസ്റ്റ് ആയിരിക്കും. അപ്പോൾ ഞാനൊന്ന് അരച്ചെടുക്കട്ടെ കേട്ടോ. ചക്കപ്പഴം നല്ല പേസ്റ്റായിട്ട് അരച്ചെടുത്തിട്ടുണ്ട്. ഇത് വെള്ളം തൊടാതെ അരയ്ക്കണമെന്നാണ് ശാസ്ത്രം. പക്ഷെ ഇത് തീരെ അരയുന്നുണ്ടായിരുന്നില്ല. അപ്പം ഞാനൊരു പൊടിക്ക് ഒരു 1/4 ഗ്ലാസ് വെള്ളം കൂടി അതിനകത്തേക്ക് ചേർത്തിട്ടുണ്ട് കേട്ടോ. എന്നാൽ മാത്രമേ നല്ല രീതിയിൽ അരഞ്ഞു കിട്ടത്തുള്ളൂ. പക്ഷേ നമ്മൾ മാവ് കുഴയ്ക്കുന്ന സമയത്ത് വേറെ വെള്ളം ഒന്നും ചേർക്കുന്നില്ല. ഈ ഒരു ചക്കയുടെ നനവും അതുപോലെ തന്നെ ശർക്കര പാനിയും കൂടി ചേർത്തിട്ടാണ് മിക്സ് ചെയ്തെടുക്കുന്നത്. അതുകൊണ്ട് വേറെ വെള്ളത്തിൻ്റെ കണ്ടന്റ് വരുന്നതേ ഇല്ല. അതുകൊണ്ട് അരയ്ക്കുന്നതിൻ്റെ ഒപ്പം ഞാനൊരു 1/4 ഗ്ലാസ് വെള്ളം ചേർത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമ്മളിവിടെ ആട്ടപ്പൊടിയാണ് ആദ്യം ചേർക്കുന്നത്. ഞാൻ ഈക്വൽ എമൗണ്ടിൽ ചേർക്കാമെന്ന് വിചാരിച്ചിട്ട്, കാരണം രണ്ടിൻ്റെയും ടേസ്റ്റ് കൂടി വരുമ്പോഴത്തേന്ന് വിചാരിച്ചു ചേർക്കട്ടെ. അതായത് നന്നായിട്ട് ചേർക്കുന്നത് അങ്ങനെ ടേസ്റ്റ് നേരെ കിട്ടും. ടേസ്റ്റ് അല്ല, ആ ഒരു പരുവം കൺസിസ്റ്റൻസി. ഒരു 3/4 ചിരട്ട തേങ്ങ കൊണ്ടിട്ടത് ഒരെണ്ണം മുഴുവൻ എടുത്തിട്ടില്ല. തേങ്ങയൊക്കെ ഭയങ്കര വിലയാണ്. അതുകൊണ്ട് ഒരു അരമുറിയും പിന്നെ ഒരു 1/4 മുറിയും കൂടി എടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അത് ഞാൻ അതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി ഇതിനകത്തേക്ക് കുറച്ച് ഏലക്കാൻ്റെ പൊടി കൂടെ ചേർത്ത് കൊടുക്കണം. ഞാനിപ്പോൾ കടയിൽ ശർക്കരയും റവയൊക്കെ മേടിക്കാനായിട്ട് പോയപ്പോൾ ഏലക്ക മേടിക്കണം എന്ന് വിചാരിച്ച് പോയതാണ്. പക്ഷെ സംഭവം മറന്നുപോയി. എന്തോ ഭാഗ്യത്തിന് ഞാൻ നോക്കുമ്പോൾ 2 എണ്ണം ഇപ്പോൾ ഇവിടെ ഉണ്ട്. അതും കൂടി ഞാനൊന്ന് പൊടിച്ചുകൊണ്ട് വരട്ടെ. ഇത് ഏലക്കായും ജീരകവും കൂടി പൊടിച്ചിട്ടുള്ള ഒരു മിക്സാണ്. ഇതും കൂടി ഞാൻ ഈ പൊടിക്കകത്തേക്ക് ഇടുന്നുണ്ട് കേട്ടോ, നല്ലൊരു ഫ്ലേവറിന് വേണ്ടിയിട്ടാണ്. ഓക്കെ, ഇനി നമുക്ക് ചക്കയുടെ മിക്സ് കുറേശ്ശെ ചേർത്ത് ഇതൊന്ന് മിക്സ് ചെയ്തെടുത്തുകൊണ്ട് വരണം. ചേർക്കാം അല്ലേ. ഇനി നമുക്ക് കുറച്ച് ശർക്കര പാനിയും കൂടെ ചേർത്തിട്ട് കുറേശ്ശെ മിക്സ് ചെയ്തെടുത്തുകൊണ്ട് വരാം. കാരണം ഇതിൻ്റെ കൺസിസ്റ്റൻസി മാറിപ്പോകാൻ പാടില്ലല്ലോ. അപ്പോൾ ഇത്രയും ചേർക്കുമ്പോൾ എന്താ ഇതിൻ്റെ അവസ്ഥ എന്ന് അറിയത്തില്ല. എന്തായാലും നമുക്ക് ഇതിൻ്റെ കൂടുതൽ ശർക്കരയും കൂടി ചേർക്കണം. എന്നിട്ട് ഒരു മിനിമം പാകത്തിനാക്കിക്കൊണ്ട് വരണം. ചിലപ്പോൾ നമ്മൾ എല്ലാം കൂടെ ഒന്ന് ചേർത്ത് കഴിഞ്ഞാൽ ഭയങ്കര ലൂസായിട്ടുണ്ടെങ്കിൽ നമ്മൾ ഇനിയും പൊടി ആഡ് ചെയ്തിട്ട് അത് ബാലൻസ് ചെയ്യേണ്ടി വരും. അപ്പോൾ ചിലപ്പം സാധനം ഒരുപാടായി പോകും. ശർക്കര പാനി ചേർക്കണേ. യെസ്, അപ്പം നമ്മുടെ മിക്സ് റെഡി ആയിട്ടുണ്ട്. ഞാൻ ഇഡ്ഡലി പാത്രത്തിനകത്ത് വെള്ളം തിളപ്പിക്കാനായിട്ട് വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ഓരോന്ന് ഇലയിൽ കുമ്പിള് കുത്തി അതിനുള്ളിലേക്ക് ഫില്ല് ചെയ്ത് കൊടുക്കാം.
എല്ലാ തവണത്തേനേക്കാളും നല്ല വലിയ ഇലയാണ് നമുക്ക് ഇത്തവണ കിട്ടിയിരിക്കുന്നത്. അതുകൊണ്ട് നല്ല രീതിയിൽ കുമ്പിള് ഫിനിഷ് ചെയ്തെടുക്കാൻ പറ്റുമെന്നാണ് എനിക്ക് തോന്നുന്നത്. അപ്പോൾ ഞാൻ തുടങ്ങുകയാണ് കേട്ടോ. നമുക്ക് ഇങ്ങനെ കുമ്പിള് കിട്ടും. അതിൻ്റെ ഒരു ബുദ്ധിമുട്ട് ചെറുതായിട്ട് ഇതിനകത്തേക്ക് തീരുമാനം കൊടുക്കും. എല്ലാവർക്കും അറിയാവുന്ന കാര്യം തന്നെയാണ്. പക്ഷേ എന്നാൽ നമുക്ക് സ്പെഷ്യലായിട്ട് വിലക്ക് ഉണ്ടാക്കുമ്പോൾ ഒരു സന്തോഷം. നല്ല രീതിയിൽ നനച്ചു കൊടുത്തിട്ടുണ്ട്. നമുക്ക് ഇതിൻ്റെ ഈ മേളത്തെ സാധനം വന്നിട്ട് ഇതെല്ലാം ലോക്ക് ചെയ്ത് കൊടുക്കും. നമ്മുടെ സൗകര്യമൊക്കെ എങ്ങനെ വെച്ചാൽ കൊടുക്കാം. അപ്പോൾ ഞാൻ ഇങ്ങനെ വെച്ചിട്ട് ഇരിക്കുന്നത് അങ്ങനെ ഈ ഇലകൾ കൊണ്ടെല്ലാം ഞാൻ ഉണ്ടാക്കിയിട്ടെ. അപ്പോൾ എല്ലാം കൂടെ ഉണ്ടാക്കി വെച്ചതിന് ശേഷം ഒരുമിച്ച് സ്റ്റീം ചെയ്യാമെന്നാണ് ഞാൻ വിചാരിക്കുന്നത്. അല്ലെങ്കിൽ ആദ്യം വെച്ചത് വേഗം പാകമാവും. അത് തന്നെ വീണ്ടും വീണ്ടും കൂടുതൽ കുക്കായിക്കൊണ്ടിരിക്കും. സോ എല്ലാം കൂടെ ഒന്നിച്ച് വെച്ചിട്ട് എല്ലാം കൂടെ ഒന്നിച്ച് എടുക്കാം എന്ന് വിചാരിച്ചു. അപ്പോൾ ഞാൻ ബാക്കിയും കൂടെ ഒന്ന് ചെയ്യട്ടെ കേട്ടോ. ഫൈനലി നമ്മുടെ മാവിൻ്റെ മുഴുവൻ മിക്സും ഞാൻ ഇതുപോലെ കുമ്പിള് കുത്തി സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ഇതെടുത്തിട്ട് ഒരേ സമയത്ത് തന്നെ ഇഡ്ഡലി പാത്രത്തിനകത്തേക്ക് വെച്ച് കൊടുക്കാം. അപ്പോൾ ഒരേ സമയത്ത് ഒരേ അളവിൽ എല്ലാം ഒരേപോലെ കുക്കായിട്ട് കിട്ടും. വെള്ളം നല്ല രീതിയിൽ ചൂടായിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഞാൻ ഓരോന്ന് പൊറുക്കി വെച്ച് കൊടുക്കട്ടെ. വിട്ടു പോകാതെ എടുത്ത് വെക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കുക. എങ്ങനെയായാലും അത് ഇല കാടി കഴിയുമ്പോൾ ചെറുതായിട്ട് ചിലതൊക്കെ വിട്ടുപോകും. നന്നായിട്ട് ആവി വരുന്നുണ്ട് കേട്ടോ. കൈ പൊള്ളുന്നുണ്ട്. എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ള ഭക്ഷണം, അല്ലെങ്കിൽ ഭയങ്കര എപ്പോൾ കിട്ടിയാലും കഴിക്കാൻ പറ്റുന്ന, അല്ലെങ്കിൽ ഞാൻ ഒരുപാട് ആഗ്രഹിച്ച് കഴിക്കുന്ന ഒരു സാധനമാണ് കേട്ടോ ഇത്. ഇതുപോലെ എനിക്ക് നഷ്ടപ്പെട്ടു പോയ മറ്റൊരു ഭക്ഷണം എന്ന് പറയുന്നത് നമ്മുടെ ഹൈ റേഞ്ചിലേക്കൊക്കെ എല്ലായിടത്തും ഉണ്ടോ എന്ന് എനിക്കറിയത്തില്ല. ഹൈ റേഞ്ചിലൊക്കെ ഉണ്ട്. ഞങ്ങളുടെ വീട്ടിലേക്ക് ചുറ്റിനും എല്ലാവരും ക്രിസ്ത്യൻസ് ആയിരുന്നു. അപ്പോൾ ഈ ദുഃഖ വെള്ളിയാഴ്ചയൊക്കെ ആയിട്ട് ഒരു ഇൻട്രിയപ്പം എന്ന് പറയുന്ന ഒരു സാധനം ഉണ്ടാക്കും. അത് ആക്ച്വലി നമുക്കതിൻ്റെ കൂട്ടറിഞ്ഞാൽ പോലും ക്രിസ്ത്യൻസ് ഉണ്ടാക്കുന്ന അതേ ടേസ്റ്റിൽ നമുക്കത് ഉണ്ടാക്കിയെടുക്കാനായിട്ട് പറ്റത്തില്ലെന്നാണ് ഒരു വിശ്വാസം. അപ്പോൾ ആ ഒരു സാധനം എനിക്ക് പിന്നീട് ഒരിടത്തൊന്നും കഴിക്കാനായിട്ട് പറ്റിയിട്ടില്ല. ആ ഒരു സാധനം ഞാൻ വല്ലാതെ മിസ് ചെയ്യുന്നുണ്ട്. അപ്പം നമ്മൾ കുമ്പിളെല്ലാം സെറ്റ് ചെയ്ത് എടുത്ത് വെച്ചിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് ക്ലോസ് ചെയ്ത് കൊടുക്കാം. വേവട്ടെ. ഒരാൾ ഇവിടെ ഇടയ്ക്കിടയ്ക്ക് വന്നിട്ട് വെന്തോ എന്ന് ചോദിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. അപ്പോൾ വേഗം വേവട്ടെ. വിശക്കുന്നോ? വിശക്കൂട്ടാ. കുറച്ചൊരു വിശന്നോട്ടെ, സാരമില്ല. എനിക്കറിയാം. എന്താ വേണ്ട? ചോറ് വരട്ടെ? ഇല്ല. പിന്നെ എന്നാ വേണ്ട? ഇപ്പം കുമ്പിളിന് ഇല റെഡിയാക്കി തുടങ്ങിയപ്പോൾ മുതൽ ഇടയ്ക്കിടയ്ക്ക് ഒരു 5 മിനിറ്റ് ഗ്യാപ്പിലൊന്ന് ചോദിക്കുന്നുണ്ട്, എന്തെങ്കിലും ആയോ എനിക്ക് വിശക്കുന്നത്. ഇവിടെ ഉള്ള ആള് നേരിട്ട് വന്നതിൻ്റെ അടുത്ത് എന്തായി ചോദിക്കുന്നു. ഒരാള് കുറച്ച് ദൂരെ ഇരുന്നുകൊണ്ട് മെസ്സേജ് അയച്ചു ചോദിക്കുന്നു, എന്തായി. ഇതാ നമ്മുടെ ഐറ്റം ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇത് കണ്ടോ, കഷ്ണമായിട്ട് വെച്ചു കൊടുത്ത ചക്കയൊക്കെ നല്ല ഇങ്ങനെ ആവിയിൽ വെന്തിട്ട് ഒരു വല്ലാത്ത അവസ്ഥയിലിരിക്കുന്നത്. പിന്നെ ഏകദേശം കുക്കായിട്ടുണ്ട് കേട്ടോ. ഞാൻ അതിൽ നിന്ന് ഒരെണ്ണം എടുത്തിട്ട് എങ്ങനെയാ മധുരമൊക്കെ ഉണ്ടോയെന്ന് അറിയാൻ വേണ്ടി ജസ്റ്റ് ഒരെണ്ണം എടുത്തു. നമ്മൾ ആ കഷ്ണമായിട്ട് വെച്ചിരുന്ന ചക്കയുണ്ടല്ലോ, അതിന് നമുക്ക് ഇടയ്ക്ക് കടിക്കാനായിട്ട് കിട്ടുന്നുണ്ട്. കുഴപ്പമില്ല. ശരിക്കും പറഞ്ഞാൽ ശർക്കരയുടെ ആ കുത്തുന്ന മധുരമില്ല, മറിച്ച് ചക്കപ്പഴത്തിൻ്റെ ആ നാച്ചുറൽ മധുരമാണ് കൂടുതലായിട്ടുള്ളത്. എങ്ങനെയുണ്ട്? മധുരം ഉണ്ടോ? അത് കുഴപ്പമില്ല. അശോക്കുകാരായി അങ്ങനെയൊക്കെ. ഇലയുടെ മണം മധുരം ഇച്ചിരി കുറവാന്ന് തോന്നുന്നു. ചക്ക കഷ്ണമായിട്ടുണ്ട് അതിനകത്ത്. ഇല്ല, ഇച്ചിരി മധുരം കുറവല്ലേ? ജെന്യുവൻ റിവ്യൂ തടാവേ. അല്ല, മധുരം കുറവല്ലേ? പക്ഷെ എനിക്കറിയായിരുന്നു, കാരണം എനിക്കുള്ള മധുരം കൂടുതൽ വേണ്ട. നിനക്ക് പാകത്തിന് മതിയല്ലോ. ഓ, അങ്ങനൊന്നുമില്ല. കട്ടൻ ചായക്ക് നല്ല കോമ്പോ ആയിരിക്കും. അഹങ്കാരി. ഞങ്ങള് കുട്ടൻ ബിരിയാണി കഴിക്കാൻ പോവാ. കഴിഞ്ഞ പ്രാവശ്യം കുട്ടൻ ബിരിയാണി കഴിക്കാൻ വേണ്ടി പോയിട്ട് സാധനം സ്റ്റോക്ക് തീർന്നു പോയായിരുന്നു. ഷവർമ്മ എന്നും പറഞ്ഞ് ഇവിടെ വരെ വരും. ഇവിടെ വന്നു കഴിയുമ്പോൾ അവരെ തീരുമാനമാണ് ഇപ്പൊ ചിക്കൻ ബിരിയാണി മതി. തങ്കു കണ്ടോ, ചെരുപ്പൊക്കെ ഊരിയിട്ട് സ്റ്റഡിയായിട്ട് കീറുന്നതേ ഉള്ളു. തങ്കുവിന് എന്താ വേണ്ടേ? TV-യില് പെൻഗിൻ ഒറ്റയ്ക്ക് പോകുന്ന പെൻഗിനെ കാണുക. എല്ലായിടത്തും പെൻഗിനാ അല്ലേ? എങ്ങനെ ഇരിക്കുന്നത് നോക്കിയാ അവള്. ഞാൻ സ്വാഭാവികമായിട്ട് പഠിക്കാണ് ഇരിക്കുന്നത്. അവള് മുട്ടുകുത്തിയിരിക്കുന്നത്.
എന്ത് ഈ വർഷം എനിക്ക് ലോട്ടറി ഉണ്ട്. ലോട്ടറി അടിക്കും? പിന്നെ അപ്പൊ എടുക്കാൻ പോകുന്നത് ലോട്ടറി അടിച്ചാൽ എടുക്കാൻ പോകുന്ന വണ്ടി കാട്ട് പറല. അമ്പതെങ്കിൽ ഇങ്ങനത്തെ അപ്പോഴും സെക്കൻഡ് വിട്ടിട്ട് ഒരു കളിയില്ല. ഒരു സെക്കൻഡിൽ ആരാണ്ട് കൈവശം കൊടുത്തിട്ടുണ്ടെന്ന് തോന്നുന്നു. എല്ലാം സെക്കൻഡാ. ഗുഡ് ടൈം. ചിക്കൻ. അയ്യോ, കഴിഞ്ഞ ആഴ്ച ഞാനത് തേടി വന്നിട്ട് കിട്ടിയില്ല. രണ്ടും കാണാൻ ഒരുപോലെ തന്നെ ഉണ്ടല്ലേ. ഇതെന്നത് പെൻസോ? നീ വാങ്ങടാ. കണ്ട കുട്ടൻ എന്ത് സോഫ്റ്റാന്ന്. ഓ മൈ ഗാഡ്, ഭയങ്കര ക്രീമിയാണ്. നല്ലപോലെ വെന്ത്. എടുക്കും. ഞാൻ എടുക്കുന്നില്ലല്ലോ, നീ തന്നെയല്ലേ. നമുക്ക് പറയൂലോ. എങ്ങനെയുണ്ട് പൊന്ന? ഈ പെണ്ണിന് എന്തുവാന്ന് പറയടാ. നല്ല കിടിലാണെന്ന് പറയടാ. ചോക്ലി സ്വഭാവം. എടുക്കൂട്ടാ. എണീറ്റിട്ട് പറ്റുന്നില്ല. ഇത് കഴിച്ചിട്ട് ഇവിടെ വാടാ. ഇത് കഴിക്ക്. കുറച്ച് കഴിച്ചാ മതി. വിളിച്ചിരുത്തിന്നല്ല. ഒരാൾക്ക് കൈ കഴുകാൻ പോണെങ്കിൽ അങ്ങ് എണീറ്റ് പോയി കൈ കഴുകിയ പോരെ. അതിന് ഞാൻ കൈ കഴുകാൻ പോവുകയാണേ, ഇപ്പൊ പോവേ, ഇച്ചിരി കഴിയുമ്പോ അവിടെ എത്തുമെന്ന് പറഞ്ഞ് പറയുന്നത് എന്തിനാ? തങ്കൂര് വേണോ ഇനി? വേണ്ട. നിറഞ്ഞ വയറ്? അതെയാ, ഞാൻ കഴിച്ചോളാം. വാടി കാളി. എന്താടാ? ഈ കാറിന്റെ പൈസന്റെ ബെൻസ് കിട്ടുമോ? അത് നിന്നെ പോലെ സെക്കൻഡ്സ് വേണ്ടാത്ത ആൾക്കാരാ. ഫ്രഷ് മതി. ഇങ്ങനൊരു സെക്കൻഡ്സ് ഭ്രാന്തൻ. എന്നാന്ന്? ഏത് വണ്ടി? മനസ്സിലല്ല കീറുക വണ്ടി. പറയുന്നില്ല. ഇത്രയും നല്ല വണ്ടി ഇവിടെ കിടക്കുന്നിട്ട് അവൻ പറയാ അവർക്ക് ഈ വണ്ടി എടുത്ത സമയത്ത് വല്ല ബെൻസോ സെക്കൻഡ് ഹാൻഡ് എടുത്തുകൂടായിരുന്നു.